ഇന്ന് വരുന്ന വചനങ്ങൾക്ക് നിത്യജീവൻ ഉണ്ടെന്നതിൻ്റെ അർത്ഥം. അപ്പോൾ ടെമ്പററി സൊല്യൂഷൻ അല്ല അതിൻ്റെ അകത്ത് ഉള്ളത്, ഒരു പെർപ്പച്വൽ സൊല്യൂഷനാണ് വരാൻ പോണത്. അതുകൊണ്ട് ഞങ്ങൾ ആരുടെ അടുക്കിലേക്ക് പോകുന്നുള്ള ഒരു ഒറ്റ വാക്ക് മതി, എല്ലാത്തിൻ്റെയും താക്കോലാണത്. നീ എപ്പോൾ നോക്കിയാലും കർത്താവിൻ്റെ മുമ്പിൽ എങ്ങനെ കറങ്ങി തിരിഞ്ഞ് വന്നാലും കർത്താവിൻ്റെ മുമ്പിൽ ഉണ്ടാകണം. വായന കഴിഞ്ഞു, കുറച്ച് നേരം കർത്താവിൻ്റെ അടുത്ത് ഇരിക്കണം എന്ന് പറയും. അങ്ങനെ ഇരിക്കുന്നത് കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? നമ്മളൊരു ഭയങ്കരമായൊരു പ്രശ്നത്തിലൂടെ പോവുകയാണ്, നമുക്ക് തീരുമാനമെടുക്കാൻ പറ്റണില്ല. അപ്പം നമ്മൾ കർത്താവിൻ്റെ അടുത്ത് ഇരിക്കുകയാണ്. ആ ഇരിക്കുന്നതിൻ്റെ അർത്ഥം എന്താണ്? 6:68 എൻ്റെ അർത്ഥം. ഞങ്ങൾ ഈ ഒരു അവസ്ഥയിൽ ഞങ്ങൾ ആരുടെ അടുക്കിലേക്ക് പോകും? പിതാക്കന്മാർ മരുഭവിച്ചു, മന്ന ഭക്ഷിച്ചു, അവർ മരിച്ചു. അതുപോലല്ല ഈ അപ്പം ഭക്ഷിക്കുന്ന നിത്യം ജീവിക്കാൻ ലോകത്തെ ജീവന് വേണ്ടി ഞാൻ നൽകുന്ന അപ്പം എൻ്റെ ശരീരം തന്നെയാണ്. എൻ്റെ ശരീരം ഭക്ഷിക്കുന്നതിലും ഞാൻ അവനിൽ ഭക്ഷിക്കുന്നു. സജീവനായ പിതാവിനെ അയച്ചത് പിതാവ് മൂലം ഞാൻ ജീവിക്കുന്നു, അതുപോലെ എന്നെ ഭക്ഷിക്കുന്നത് ഞാൻ മൂലം ജീവിക്കുന്നു പറയുമ്പോൾ യഹൂദന്മാർ ശ്രോതാക്കൾ പറയും ഈ വചനം കഠിനമാണ്, ആർക്ക് കേട്ടുകൊണ്ടിരിക്കാൻ പറ്റും? അങ്ങനെ ഓരോരുത്തരായിട്ട് അവർ പോയി. അവരെ പിന്നെ ഒരിക്കലും കർത്താവിനോട് നടന്നിട്ടില്ല എന്ന് വചനം പറഞ്ഞിട്ട് പറയും. ഈശോ ചോദിക്കും, നിങ്ങൾക്കും പോകണമെന്നുണ്ടോ എന്ന് ചോദിക്കും. അപ്പോൾ പത്രോസ് പറയുന്ന വാക്കാണ് 6:68 യോഹന്നാൻ, ഞങ്ങൾ ആരുടെ പക്കലേക്ക് പോകും? നിത്യജീവൻ്റെ വചനങ്ങൾ നിൻ്റെ പക്കലല്ലോ.